സുപ്രഭാതം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ഈശോ മിശിഹായുടെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർച്ച് 14 ശനിയാഴ്ച. ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു പുതിയ പ്രഭാതം കൂടി നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഈ ദിവസം വരെ നിങ്ങളെ കാത്തുപാലിച്ച ദൈവത്തിന് നന്ദി. ഈ പ്രാർത്ഥനാ സമയത്തിനായി നിങ്ങളുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ചതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നിങ്ങൾ വീട്ടിലിരുന്നാലും ജോലിസ്ഥലത്തിരുന്നാലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായാലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴായാലും എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടൊപ്പമുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. വളരെ ലളിതമായ ഒരു ചോദ്യം. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണോ? ഒരു നിമിഷം ചിന്തിക്കുക. ഒരു രാത്രി ഉറങ്ങിയാൽ മാറുന്ന ക്ഷീണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ളിൽ ആഴത്തിലുള്ള ഒരു ക്ഷീണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തോന്നുന്നത് ഉന്മേഷമല്ല, മറിച്ച് ഒരു ഭാരമാണ്. ആരോ നിങ്ങളുടെ ചുമലിൽ ഒരു കാണാത്ത ഭാരം വച്ചതുപോലെ. നിങ്ങൾ ജോലിക്ക് പോകുന്നു, നിങ്ങൾ ചിരിക്കുന്നു. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഉള്ളിൽ നിങ്ങൾക്ക് മാത്രമറിയാം നിങ്ങൾ സുഖമായിട്ടില്ല എന്ന്. ഇന്ന് നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങൾക്കായി ഒരു പ്രത്യേക വാക്കുണ്ട്. നിങ്ങൾ ബലഹീനരാണ് എന്ന് കുറ്റപ്പെടുത്താനല്ല ദൈവം ഇന്ന് വന്നിരിക്കുന്നത്, മറിച്ച് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒന്നുകൂടി ആ അവസാന ഭാഗം കേൾക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുതന്മാരെ പോലെ ചിറകടിച്ചു കയറും. എത്ര ശക്തമായ വാക്കുകളാണിത്! ഈ വചനത്തിൽ ദൈവം നമ്മോട് എന്താണ് പറയുന്നത്? നമുക്കൊന്ന് ആഴത്തിൽ ചിന്തിക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഇവിടെ പറയുന്നത് നിനക്കൊരിക്കലും ക്ഷീണമുണ്ടാവില്ല എന്നല്ല. ബാല്യക്കാർ പോലും ക്ഷീണിക്കും, യൗവനക്കാർ പോലും ഇടറി വീഴും എന്ന് ദൈവം തന്നെ സമ്മതിക്കുന്നുണ്ട്. ശക്തരായ ചെറുപ്പക്കാർ പോലും തളരും, ആരോഗ്യമുള്ളവർ പോലും വീഴും. അതായത് ക്ഷീണം ഒരു പാപമല്ല, ക്ഷീണം ഒരു ബലഹീനതയുടെ അടയാളമല്ല. ക്ഷീണമെന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം വളരെ കഠിനമായി പരിശ്രമിച്ചു, വളരെ ധൈര്യത്തോടെ പോരാടി, വളരെ ത്യാഗത്തോടെ ജീവിച്ചു എന്നതിൻ്റെ തെളിവാണ്. ഒന്ന് ചിന്തിക്കുക. ഒരമ്മ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പനി പിടിച്ച കുഞ്ഞിനെ നോക്കുമ്പോൾ ആ അമ്മ ക്ഷീണിക്കുന്നത് ബലഹീനത കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ഒരച്ഛൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് രാത്രി 11 മണി വരെ ജോലി ചെയ്ത് മക്കളുടെ ഭാവിക്ക് വേണ്ടി പണം സ്വരൂപിക്കുമ്പോൾ ആ അച്ഛൻ ക്ഷീണിക്കുന്നത് ആലസ്യം കൊണ്ടല്ല, ഉത്തരവാദിത്തം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് വേണ്ടി രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പഠിക്കുമ്പോൾ ആ ക്ഷീണം ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളുടെ മക്കളെ വിളിക്കാൻ പോലും ഊർജമില്ല. പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ വാക്കുകൾ വരുന്നില്ല. നീണ്ട പ്രാർത്ഥന ചൊല്ലാൻ ബുദ്ധിക്ക് കഴിയുന്നില്ല. അവർ കണ്ണടച്ച് ഒരു കാര്യം മാത്രം മന്ത്രിച്ചു: ഈശോയെ, എനിക്കിനി വയ്യ. അത്രമാത്രം. 5 വാക്കുകൾ. സുന്ദരമായ പ്രാർത്ഥനയല്ല, ദൈവശാസ്ത്രപരമായ വാക്കുകളല്ല. ഒരു തകർന്ന ഹൃദയത്തിൽ നിന്ന് വന്ന 5 ലളിതമായ വാക്കുകൾ. നിങ്ങൾക്കറിയാമോ, ആ 5 വാക്കുകളാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന. കാരണം ദൈവത്തിന് സുന്ദരമായ വാക്കുകൾ വേണ്ട. ദൈവത്വത്തിന് നിങ്ങളുടെ സത്യസന്ധമായ ഹൃദയം മാത്രം മതി. നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചാലും 1 നിമിഷം മാത്രം പ്രാർത്ഥിച്ചാലും ദൈവം നോക്കുന്നത് സമയത്തിൻ്റെ ദൈർഘ്യമല്ല, ഹൃദയത്തിൻ്റെ ആഴമാണ്. ആ സഹോദരി പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടു. പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, ഡ്യൂട്ടി അതേപോലെയുണ്ട്, ബുദ്ധിമുട്ടുകൾ അതേപോലെയുണ്ട്. പക്ഷേ ഉള്ളിൽ ഒരു ലഘുത്വം, ഒരു സമാധാനം. ആരോ രാത്രിയിൽ ആ ഭാരത്തിൻ്റെ ഒരു ഭാഗം എടുത്തു മാറ്റിയതുപോലെ. ഇതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ദൈവം പറയുന്നത് ഞാൻ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉടനെ മാറ്റും എന്നല്ല, ആ പ്രശ്നങ്ങൾ നേരിടാനുള്ള ശക്തി ഞാൻ നിനക്ക് തരും എന്നാണ്. പൗലോസ് അപ്പോസ്തലൻ ഇതേ അനുഭവം ഉണ്ടായപ്പോൾ ദൈവം അവനോട് പറഞ്ഞത് ഓർക്കുക. 2 കൊരിന്ത്യർ 12:9 ദൈവം പറയുന്നു: എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ മുൻപിൽ തുറക്കുക. കഴുകൻ ചിറക് വിടർത്തുന്നത് പോലെ. ബാക്കി ദൈവത്തിൻ്റെ കൃപ എന്ന കാറ്റ് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളെ താങ്ങിക്കൊള്ളും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ 3 കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ഒന്നാമത്, ക്ഷീണിക്കുന്നത് തെറ്റല്ല. ദൈവം നിങ്ങളോട് 24 മണിക്കൂറും ശക്തരായിരിക്കണമെന്ന്
ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. യേശുക്രിസ്തു തന്നെ ഗത്സമേനി തോട്ടത്തിൽ ക്ഷീണിച്ചു, അവൻ ദുഃഖിച്ചു, അവൻ വിയർത്തു, അവൻ പിതാവിനോട് കേണപേക്ഷിച്ചു. ദൈവപുത്രൻ പോലും ക്ഷീണിച്ചുവെങ്കിൽ നിങ്ങൾ ക്ഷീണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു നാണക്കേടുമില്ല. ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യപ്പെടുക. രണ്ടാമത്, നിങ്ങളുടെ ഭാരം ദൈവത്തിന് കൊടുക്കുക. സങ്കീർത്തനങ്ങൾ 55:22 ദൈവം വ്യക്തമായി പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ല. നിങ്ങളുടെ സാമ്പത്തിക ഭാരം, ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ ബുദ്ധിമുട്ടുകൾ, ജോലിസ്ഥലത്തെ സമ്മർദ്ദം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വയ്ക്കുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കണ്ണടച്ച് ഒരു ലളിതമായ കാര്യം ചെയ്യുക. ദൈവത്തോട് പറയുക, കർത്താവേ, ഈ ഭാരം ഞാൻ അങ്ങയുടെ കയ്യിൽ വയ്ക്കുന്നു, ഇനി അങ്ങ് നോക്കിക്കൊള്ളണമേ. അത്രമാത്രം. ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ദൈവം ലോകത്തിൻ്റെ എല്ലാ ശബ്ദങ്ങളും ഒരു നിമിഷം മാറ്റിവെക്കുക. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിങ്ങളും ദൈവവും മാത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും മുൻപിൽ അങ്ങ് സ്നേഹത്തോടെ വന്ന് നിൽക്കണമേ. കർത്താവെ, അവരുടെ ക്ഷീണം അങ്ങ് കാണുന്നുണ്ട്, അവരുടെ കണ്ണീർ അങ്ങ് അറിയുന്നുണ്ട്. ലോകത്തിനു മുൻപിൽ അവർ ശക്തരായി നിൽക്കുന്നു, പക്ഷേ ഉള്ളിൽ അവർ തകർന്നിരിക്കുന്നു എന്ന് അങ്ങേക്കറിയാം. ആരോടും പറയാൻ കഴിയാത്ത വേദനകളുണ്ട്, ആരും കാണാത്ത കണ്ണീറുണ്ട്. കർത്താവെ, ആ എല്ലാ വേദനകളെയും അങ്ങ് ഇന്ന് സ്പർശിക്കണമേ. കർത്താവെ, ആദ്യമായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു, ഈ ദിവസം വരെ ഞങ്ങളെ കാത്തുപാലിച്ചതിന്. ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ, ഇത്രയും പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്നിട്ടും ഞങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കാൻ കഴിയുന്നുവെങ്കിൽ അത് അങ്ങയുടെ കൃപ മാത്രം കൊണ്ടാണ്, അങ്ങയുടെ കരുണ മാത്രം കൊണ്ടാണ്. ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ക്ഷീണിതനും ശക്തി നൽകണമേ. ശരീരം തളർന്നിരിക്കുന്നവർക്ക് പുതിയ ഊർജം നൽകണമേ. എല്ലുകൾക്കും മാംസപേശികൾക്കും ആശ്വാസം നൽകണമേ. മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ ചിന്തകളിൽ സമാധാനം നൽകണമേ. ഫിലിപ്പിയർ 4:6-7 അങ്ങ് വാഗ്ദാനം ചെയ്തു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. കർത്താവെ, ആ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവരെ അങ്ങ് ഓർക്കണമേ. കടം നിറഞ്ഞ ജീവിതത്തിൽ വിഷമിക്കുന്നവർക്ക് ഒരു വഴി തുറക്കണമേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കട്ടെ. വ്യാപാരത്തിൽ നഷ്ടം നേരിടുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. നാളെയെക്കുറിച്ച് ഭയപ്പെടുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന ഉറപ്പ് നൽകണമേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് ഇരേമ്യാവ് 29:11 അങ്ങ് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം ഇന്ന് ഓരോ ഹൃദയത്തിലും നിറവേറ്റണമേ. രോഗത്തിൽ കഴിയുന്നവർക്ക് സൗഖ്യം നൽകണമേ. ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് വേഗത്തിലുള്ള സുഖം നൽകണമേ. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കൈകൾ വഴി അങ്ങയുടെ സൗഖ്യദായകമായ ശക്തി പ്രവർത്തിക്കട്ടെ. മാനസികമായി തളർന്നിരിക്കുന്നവർക്ക്, വിഷാദത്തിൽ കഴിയുന്നവർക്ക്, ഭയത്തിൽ ജീവിക്കുന്നവർക്ക് അങ്ങയുടെ ശാന്തി നൽകണമേ. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ബുദ്ധിയും ഏകാഗ്രതയും ഓർമ്മശക്തിയും നൽകണമേ. അവർ പഠിച്ചതെല്ലാം ഓർമ്മ വരട്ടെ. പരീക്ഷാ ഹാളിൽ സമാധാനവും ആത്മവിശ്വാസവും ഉണ്ടാകട്ടെ. അവരുടെ കഠിനാധ്വാനത്തിന് നല്ല ഫലം ലഭിക്കട്ടെ. ദൈവമേ, ഇന്ന് രാത്രി ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരാളുണ്ടെങ്കിൽ, ആരോടും പറയാനാകാത്തൊരു വേദന ഉള്ള ഒരാളുണ്ടെങ്കിൽ, ജീവിതം ഇനി ഈ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുനാമത്തിൽ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. ഇനി ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം രാത്രി നിങ്ങൾക്ക് ആഴമുള്ള സമാധാനമുള്ള ഉറക്കം നൽകട്ടെ. നാളെ രാവിലെ നിങ്ങൾ പുതിയ ശക്തിയോടെ, പുതിയ ഉന്മേഷത്തോടെ, പുതിയ പ്രത്യാശയോടെ എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ സൗഖ്യമുണ്ടാകട്ടെ. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തിൻ്റെ സമാധാനമുണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബം സുരക്ഷിതരായിരിക്കട്ടെ. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലിയിൽ ദൈവത്തിൻ്റെ കരം നിങ്ങളെ നയിക്കട്ടെ. നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ദൈവം നിറവേറ്റട്ടെ. ഇന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് കരഞ്ഞ ഒരാളുണ്ടെങ്കിൽ ദൈവം ആ കണ്ണീരിനെ സന്തോഷമാക്കി മാറ്റട്ടെ. ഇന്നത്തെ വചനം ഒന്നുകൂടി ഓർത്തിരിക്കുക. അവൻ ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തി നൽകുന്നു, ബലമില്ലാത്തവനു ബലം വർദ്ധിപ്പിക്കുന്നു. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും.
അവർ കഴുതന്മാരെ പോലെ ചിറകടിച്ചു കയറും. ഈ വാക്കുകൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകട്ടെ. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം ഇപ്പോൾ ഇവിടെയുണ്ട്, നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ ഉള്ളിൽ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ ദയവായി ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. ഒരു ലൈക്ക് അമർത്തുക.